അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അറബി ഉമ്മ അറിയുന്നേയില്ല. നൂർ ഫാത്തിമയും ഉസ്താദും കുഞ്ഞുവാവയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നൂർ ഫാത്തിമ ആ ഒരു സംസാരം ഉസ്താദിനോട് പറഞ്ഞത്. അല്ലുസ്താദേ, ഇങ്ങളെ ഫ്രണ്ടിൻ്റെ പെങ്ങള് എന്തായി? അന്ന് പ്രഗ്നൻ്റാന്നോ? അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് പറഞ്ഞ് കേട്ടിരുന്നു. പിന്നെ എന്തായി? എത്ര മാസമായി? എന്താണാവല്ലേ? അതില്ലേ, അന്ന് മക്കളില്ലാതെ വന്ന അവൻ്റെ അല്ലേ? ആ, ഓക്കെ ഓക്കെ. എന്തൊക്കെ തന്നെയാലും നിൻ്റെ മരുന്ന് കൊണ്ടല്ലേ അവർക്ക് പെട്ടെന്ന് ഉണ്ടായതൊക്കെ. അതെ, അവരുടെ പെങ്ങളുടെ സ്ഥിതി എന്താണ്? വല്ലതും അറിഞ്ഞോ? പിന്നെ വലിയൊരു തറവാട്ടിലേക്കാണല്ലേ കല്യാണം കഴിപ്പിച്ചൊക്കെ വിട്ടത്? എനിക്കറിയില്ല എൻ്റെ പെണ്ണെ അതിനെക്കുറിച്ചൊന്നും. എനിക്ക് എൻ്റെ ഫാമിലിയെ തന്നെ നോക്കാനില്ലേ. അവൻ്റെ ഫാമിലിയെ കുറിച്ച് പിന്നെ ചിന്തിച്ചിട്ട് പോലുമില്ല അത്രക്കൊന്നും. നമ്മുടെ കുഞ്ഞിൻ്റെ ഡെലിവറി കാര്യങ്ങളെല്ലാം കൂടെ ഒക്കെ ആയപ്പോഴേ സത്യം പറഞ്ഞാൽ മനസ്സൊക്കെ ആ ഭാഗത്തേക്കായിരുന്നു. നൂർ ഫാത്തിമ പ്രസവിച്ച് നീച്ച് വളരെയധികം സുന്ദരിയായിട്ടുണ്ട്. ഉസ്താദ് തന്നെ പറയുന്നു, എൻ്റെ നൂർ ഫാത്തിമ, സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ കണ്ടപ്പോഴേ വല്ലാത്ത അസൂയ തോന്നാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മ തന്നെയാണോ ഇതെന്ന് എനിക്ക് സംശയം തോന്നുകയാണ്. സത്യമായിട്ടും സൗന്ദര്യം ഇരട്ടിയിലധികമായിട്ടുണ്ട്. മാഷാ അല്ലാ. അതുകൊണ്ട് എൻ്റെ പെണ്ണെ, നീ ഹിജാബ് പൊക്കരുതേ. പൊക്കിപ്പോയാൽ കഴിഞ്ഞു കഥ. എൻ്റെ പെണ്ണെ, നല്ല രീതിയിൽ സൂക്ഷിക്കണം. അത് സ്ത്രീകൾ മുമ്പിലാണെങ്കിൽ പോലും നീ എപ്പോഴും അത് താഴ്ത്തിയിടുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ട് നൂർ ഫാത്തിമ പുഞ്ചിരിച്ചു. പുഞ്ചിരിക്കുമ്പോൾ അവളുടെ കവിളികൾ ഒന്നുകൂടി ചുവന്നു തുടുക്കുന്നതായിട്ട് ഉസ്താദിന് തോന്നി. അതിൽ നിന്ന് പ്രകാശം പരക്കുന്നുണ്ടോ എന്ന് വരെ തോന്നിപ്പോയി. സത്യമായിട്ടും എൻ്റെ നൂർ ഫാത്തിമ, അല്ലാഹു എനിക്ക് തന്ന നിധിയാണ് നീയെ. എങ്ങനെ നിന്നെ കണ്ടുമുട്ടി? അതെനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷമാണ്. ക്രിസ്ത്യൻസ് വിഭാഗത്തിൽ പിറന്ന നീയെ അല്ലേ, ക്രിസ്ത്യാനിയായി ജനിച്ചു വളർന്ന നീയെ. പഠനങ്ങളെല്ലാം ആ ഒരു സമയത്ത്, അതെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പ്രവേശിച്ച സമയത്താണല്ലോ എൻ്റെ പെണ്ണ് എന്നെ കണ്ടുമുട്ടുന്നത് അല്ലേ? ഉസ്താദെ, ഒരിക്കലുമല്ല, നിങ്ങൾ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. നിങ്ങളുടെ ബാങ്കല്ലേ ഞാൻ ഫസ്റ്റ് കേട്ടത്. ഹോ, നീ അത് മറന്നിട്ടില്ല അല്ലേ? അതൊക്കെ എങ്ങനെ മറക്കാൻ കഴിയും? എൻ്റെ ജീവിതത്തിലേക്ക് ഹിദായത്തിന് ഉള്ള ആദ്യ ശബ്ദത്തിൻ്റെ വിളിയാളം അങ്ങയുടെ ഈ വായിൽ നിന്നായിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വചനങ്ങൾ അതെൻ്റെ ചെവിയിലേക്ക് പതിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ വിചാരിച്ചു, എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം? 5 നേരം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് അലാറം വെക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്തതായി. കറക്റ്റ് ടൈമിന് എല്ലാ ചിട്ടകളും കാര്യങ്ങളും ചെയ്യാൻ ഈ ബാങ്ക് എന്നുള്ളൊരു സംഭവം ഞാൻ തിരഞ്ഞെടുത്തു. പിന്നീടാണ് എനിക്കതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും അറിയുവാൻ വേണ്ടി തിടുക്കമുണ്ടായത്. ആ മധുരമായ ശബ്ദത്തിനുടമയെ ഒന്ന് കാണാൻ കൊതിച്ചെങ്കിലും പിന്നീട് ഒരിക്കലും അത് കാണുന്നത് ശരിയല്ല. കാരണം നിങ്ങൾ അത്രക്കും നല്ല രീതിയിൽ നടക്കുന്ന ആളുകളല്ലേ പെണ്ണുങ്ങളെയൊന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം ആയി, പിന്നെ സങ്കടമായി. കാരണം അത്രക്കും നല്ലൊരു അറിവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുവാനുള്ള ആ ഒരു കാര്യം പറഞ്ഞു തന്ന അദ്ദേഹത്തെ ഒരു വട്ടമെങ്കിലും കാണാൻ കൊതിച്ചെങ്കിലും ഞാൻ വിചാരിച്ചു. പിന്നെയാണല്ലോ ഹോസ്പിറ്റലിൽ എത്തിയതൊക്കെ. അതൊക്കെ മറക്കാൻ കഴിയില്ലല്ലോ എൻ്റെ പെണ്ണെ. അതേടി, അതൊന്നും മറക്കാൻ പറ്റില്ല. സത്യമായിട്ടും നിൻ്റെ ഫ്രണ്ട് പറഞ്ഞ അതാണ് എൻ്റെ ഹൃദയത്തിൽ കൊണ്ടത്. ഉസ്താദേ, നിങ്ങളെ ബാങ്ക് കേൾക്കാൻ ഇവിടെ മുസ്ലിം സിസ്റ്റേഴ്സ് മാത്രമല്ല കേട്ടോ, ദാ ഒരു ക്രിസ്ത്യൻസും ഉണ്ട് നിങ്ങൾ ആരാധികയായിട്ട്. അന്നാണ് എൻ്റെ ഇടനെഞ്ചിലേക്ക് എൻ്റെ പെണ്ണെ നീ കയറിക്കൂടിയത്. സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ അറിയാതെ നോക്കിപ്പോയതും അന്ന് തന്നെയായിരുന്നു. പിന്നീട് എൻ്റെ ആഗ്രഹം എനിക്ക് നിന്നെ സ്വന്താക്കണം. അതിനു വേണ്ടിയിട്ട് നിന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം. അതായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഹോ, പഴയ കഥകളൊക്കെ ഇടയ്ക്കിടെ ഇങ്ങനെ ഓർക്കുമ്പോൾ അത് വല്ലാത്തൊരു സുഖം തന്നെയാണല്ലേ നാഫിക്ക.
എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെ വിളിക്കുന്ന ഇഷ്ടം ഉസ്താദ് എന്ന് തന്നെയായിരുന്നു. പിന്നെ ഉസ്താദിനെ വിളിക്കുമ്പോൾ ചില ആളുകൾ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടാ. എൻ്റെ പെണ്ണെ, ഞാൻ പറഞ്ഞല്ലോ നിന്നോട് നിനക്ക് ഇഷ്ടമുള്ളത് എന്നോട് വിളിക്കാന്നുള്ളത്. പൊന്നുമോനെ അവർ രണ്ടുപേരും മാറി മാറി കൊഞ്ചിക്കുകയാണ്. നൂർ ഫാത്തിമയുടെ മമ്മയും പപ്പയും നാട്ടിലേക്ക് പോയി. ഉസ്താദിൻ്റെ ഉമ്മയും ഉപ്പയും നാട്ടിലേക്ക് പോയി. ഇപ്പോൾ അറബിയുമ്മയുടെ വീട്ടിൽ തലാലും ഉസ്താദും നൂർ ഫാത്തിമയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അൽ അമീനെ കൊഞ്ചിക്കുവാൻ വേണ്ടിയിട്ട് അതാ അറബിയുമ്മ അങ്ങോട്ട് എത്തുന്നു. മാഷാ അല്ലാ. പൊന്നുമോൻ ചിരിച്ചുകൊണ്ട് അതാ അറബിയുമ്മയെ നോക്കുന്നു. മാഷാ അല്ലാ, മബ്രൂക്ക്. അറബിയുമ്മ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുംബനങ്ങൾ അർപ്പിക്കുന്നു. അല്ലാ, യാ അല്ലാ, അൽഹംദുലില്ലാ. അറബിയുമ്മയുടെ കണ്ണുകൾ നിറയുന്നു. സത്യം പറഞ്ഞാൽ അതുപോലെയുള്ള ഒരു കുഞ്ഞിനെ, അതും സ്വന്തമായി എടുക്കുവാൻ, ഒന്ന് താലോലിക്കുവാൻ, മനം നിറയെ ഒന്ന് ചുംബിക്കുവാൻ, ആസ്വദിക്കുവാൻ പഠിച്ചോനെ അല്ലാ ഒരു കുഞ്ഞിനെ നീ തന്നല്ലോ. അൽഹംദുലില്ലാ. കുഞ്ഞും നൂർ ഫാത്തിമയോ നാട്ടിലേക്ക് പോകുന്ന കാര്യത്തിൽ അറബിയുമ്മക്ക് നല്ല ടെൻഷനായിരുന്നു. പഠിച്ചോനെ കുഞ്ഞില്ലാതെ എങ്ങനെ ഇവിടെ ജീവിക്കും എന്നുള്ളത്. പക്ഷെ നാഫിയ ഉസ്താദിന് നാട്ടിലേക്ക് പോകുവാൻ തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഉംറയുടെ കാര്യത്തിനും എല്ലാത്തിനും വേണ്ടി അവർ വിളിക്കുന്നുമുണ്ട്. എന്നാൽ നൂർ ഫാത്തിമക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിടുവാനും താല്പര്യമില്ല. അതുമാത്രമല്ല അറബിയുമ്മക്കാണെങ്കിൽ അത്രക്കും താല്പര്യമില്ല. മോനെ നാഫിയ, അറബിയുമ്മ വിളിക്കുന്നു. ആ അറബിയുമ്മ, മോനെ, മോൻക്ക് എത്രയാണ് സാലറി ഞാൻ തരേണ്ടത്? ഇവിടെ ഒരു മാസം കൂടി നിന്നാൽ മോൻ എന്താണ് പറയുന്നത് അത് ഞാൻ അങ്ങോട്ട് നൽകും. അതിൽ ഞാനൊരു 10 പൈസ പോലും കുറയ്ക്കില്ല. മോൻ പറ, മോൻക്ക് എത്രയാണ് വേണ്ടത്? അത് ഈ അറബിയുമ്മ നിനക്ക് എടുത്തു തരും. അങ്ങനെയാണെങ്കിൽ നീ നൂർ ഫാത്തിമയുടെയും കുഞ്ഞിൻ്റെയും കൂടെ അല്പം സമയം കൂടി ഇവിടെ നിൽക്കണം. നീ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയായാലും നൂർ ഫാത്തിമക്ക് അതൊരു വിഷമാവും. അതുകൊണ്ട് പൊന്നു മോനെ, അറബിയുമ്മയുടെ അപേക്ഷയാണ്. അറബിയുമ്മ അത് പറഞ്ഞപ്പോഴാണ് ഉസ്താദ് വീണ്ടും അവിടെ നിന്നത്. അറബിയുമ്മ, ഹേ, ക്യാഷിന് വേണ്ടിയിട്ടൊന്നല്ല. അല്ലാതെ മോനെ, പിന്നെ നിൻ്റെ ബിസിനസ് വിജയിക്കണം, പിന്നെ ക്ലാസ് കാര്യങ്ങൾ അതൊക്കെ മദ്രസ പഠനം അത് താൽക്കാലികമായി കുട്ടികൾ ഒരാളെ ഏൽപ്പിച്ച് പോന്നിട്ടുണ്ട്. ആ ഓക്കെ. പിന്നെ എന്താ, ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്, ഉമ്മയും ഉപ്പയും നാട്ടിൽ പോയി. ഓക്കെ, അത് എന്തായാലും ഉമ്മക്ക് ഉപ്പുണ്ട്, അങ്ങനെയാണല്ലോ. പിന്നെ വീട്ടിൽ അത്യാവശ്യമായ ജോലിക്ക് വേണ്ടി ഞാൻ ഒരാളെ പറഞ്ഞിരുന്നു. എന്തൊക്കെ തന്നെയാലും നൂർ ഫാത്തിമ ഇനി വീട്ടിലേക്ക് വരുമ്പോഴും അത്യാവശ്യമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ ജോലി ചെയ്യാൻ ഒരു പെണ്ണിനെ വെക്കേണ്ടി വരും. അത് ഉറപ്പായിട്ടും. കാരണം അതിപ്പോൾ തന്നെ ഉമ്മാക്കും ഏൽപ്പിച്ചു കൊടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾക്ക് പരിചയമുള്ള അറിവുള്ള സ്ഥലത്തു നിന്നായിരിക്കും ഏറ്റവും നല്ലത്. എന്താ? ഇൻഷാ അല്ലാ അങ്ങനെയൊക്കെ ചെയ്യാം. അറബിയുമ്മയും നൂർ ഫാത്തിമയും ഉസ്താദും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടക്ക് തന്നെ അറബിയുമ്മയുടെ ഭാഗത്തു നിന്നും ഈ ഒരു സംസാരം കൂടി വന്നു. എൻ്റെ ഇവിടെ കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടൊരു ജോലിക്കാരനായിരുന്നല്ലോ ബഷീർ. ആ ബഷീറിന് ഞാനൊരു മരുമകളെ നൽകിയിരുന്നു. അതും ഉസ്താദിൻ്റെ പെങ്ങളെ, ഓർമ്മയില്ലേ? അവരുടെ സ്ഥിതിഗതികൾ പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുമില്ല, ഒന്നും അറിഞ്ഞിട്ടുമില്ല. ആദ്യമൊക്കെ ആ കുട്ടിക്ക് ഇടയ്ക്ക് വിളിച്ചിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഈ അടുത്ത് ഞാൻ വിളിച്ചപ്പോൾ നമ്പർ എന്തോ സ്വിച്ച്ഡ് ഓഫോ അങ്ങനെ എന്തോ പറഞ്ഞു. അതോ ഇനി നമ്പർ മാറിയോ എന്തോ അറിയില്ല. എന്തൊക്കെ തന്നെയായാലും അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണം. ആ മക്കളെ അങ്ങോട്ട് കൊണ്ടുവരണം. ഞാനൊന്ന് ആഗ്രഹിച്ചതായിരുന്നു ഇവിടുത്തെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരെ കൊണ്ടുവരാൻ. പക്ഷേ ആ മോൾ എത്തിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ആ മോള് നല്ലൊരു മോളാണ് കേട്ടോ. ആ മോളെ കിട്ടിയ ആ പൊന്നു മോനും അങ്ങനെ തന്നെ. രണ്ടുപേരും നല്ല ചേർച്ചയുള്ള മക്കളാണ്. മാഷാ അല്ലാ. അതിനിടയിൽ എന്തോ പ്രഗ്നൻസ് ടൈം എന്തോ ആയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിരുന്നു. ഡേറ്റ് മാറിയെന്നോ എന്തൊക്കെ പിന്നീടൊന്നും അറിഞ്ഞതുമില്ല. ഞാൻ എന്തൊക്കെ തന്നെയാലും ബഷീറിനൊന്ന് വിളിച്ചു നോക്കണമെന്ന് കരുതിയതാണ്. ആ കുട്ടി എന്താണാവോ ഇങ്ങോട്ട് വരാതിരുന്നത്? അന്ന് ഞാൻ വിളിച്ചതായിരുന്നു. അന്ന് എന്ത് കാരണം കൊണ്ടാണ് വരാതിരുന്നത്? എന്തൊരു ഇഷ്യൂസ് പറഞ്ഞു. വിസയും ടിക്കറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യല്ലോ. പിന്നെ ഇപ്പം എന്താ, സത്യം പറഞ്ഞാൽ മക്കളെയൊക്കെ കാണാൻ കൊതിയായിട്ടോ ഒരുപാട്. ഇനിയിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വിടാതിരുന്നത്. അങ്ങനെയും ഉണ്ടാകും. അറബിയുമ്മ മുഹ്സിനയുടെ കാര്യത്തിൽ
വളരെയധികം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൂർ ഫാത്തിമ പറഞ്ഞു, അതെ, സത്യം പറഞ്ഞാൽ ആ പൊന്നുമോള് എനിക്കും കാണാൻ കൊതിയാകുന്നുണ്ട്. അവളും അവനൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ, ഇവിടെ താമസിക്കാലോ അല്ലേ അറബിയമ്മ? മക്കളെ ഇഷ്ടം പോലെയാണ് ഇവിടെ സ്ഥലവും കാര്യങ്ങളൊക്കെ, അവരിങ്ങ് വന്നോട്ടെ. ഉസ്താദ് പറഞ്ഞു, നൂർമോളെ അങ്ങനെയാണെങ്കിൽ നിനക്ക് വീണ്ടും കൂട്ടാവുമല്ലോ. അപ്പോൾ ഞാനങ്ങോട്ട്. എന്താ നാഫിക്ക അങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് ഒരുമിച്ച് പോവാലോ. സത്യം പറഞ്ഞാൽ അറബിയമ്മക്ക് അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ടെൻഷനായിരുന്നു. എൻ്റെ റബ്ബേ, എൻ്റെ പിഞ്ചു പൈതല്, എൻ്റെ പൊന്നു മോനെ, എൻ്റെ കുട്ടി പോയി കഴിഞ്ഞാൽ ഉമ്മമ്മക്ക് ആരാ ഉള്ളത്? ഉമ്മമ്മക്ക് ആരും ഉണ്ടാവില്ലല്ലോ. കുഞ്ഞിനെ എപ്പോഴും കൈകളിൽ വെച്ച് ചുംബിച്ചുകൊണ്ട് അറബിയുമ്മ അത് പറയുമായിരുന്നു. മാഷാ അല്ലാ, അൽ അമീൻ, എൻ്റെ പൊന്നു മോനാണിത്. മുത്ത് ഹബീബിൻ്റെ അടുത്ത് പോയില്ലേ പേരിട്ടത്? ആ അതെ, മുത്ത് ഹബീബിൻ്റെ റൗള ഷെരീഫിൽ പോയിട്ടാണ് പേരിട്ടത് അൽ അമീൻ. മുത്ത് ഹബീബിൻ്റെ അതേ പേര് തന്നെ. അള്ളാഹുവേ, എൻ്റെ ഈ കുഞ്ഞിനെയും പടച്ച റബ്ബേ നീ അൽ അമീനായി വളർത്തണം റഹ്മാനെ, വിശ്വസ്തനായി വളർത്തണം റഹ്മാനെ എല്ലാ കാര്യത്തിലും. ആമീൻ. അറബിയുമ്മ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ അറബിയുമ്മക്ക് അതൊരു പണിയായിരുന്നു. റൗള ഷെരീഫിലേക്ക് ഇടയ്ക്കിടെ പോവുക കുഞ്ഞിനെയും കൊണ്ട്. അത് നൂർ ഫാത്തിമക്കും വല്ലാത്തൊരു ഇഷ്ടം തന്നെയായിരുന്നു. അറബിയുമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ കാലമാണ് ഇപ്പോഴവിടെ. കാരണം അറബിയുമ്മക്ക് ഒരു പിഞ്ചു കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു എന്നുള്ള സന്തോഷം, അതും താൻ പോറ്റി വളർത്തിയുണ്ടാക്കിയ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ നൂർ ഫാത്തിമ. അവൾ പ്രസവിച്ച തൻ്റെ കുഞ്ഞ്, അതെ, വീട്ടിൽ നിന്ന് ആ ഒരു പ്രസവം അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ മാഷാ അല്ലാ അൽഹംദുലില്ലാ വീട്ടിൽ നിന്ന് അവൾ പ്രസവിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, അവളുടെ പ്രാർത്ഥനയുടെ ആ ഒരു ശക്തി കൊണ്ട്. എല്ലാവർക്കും പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. അതും ഒന്നാമത്തേതാകുമ്പോൾ അത്യാവശ്യം റിസ്ക് ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും അവളുടെ ആത്മധൈര്യം കൊണ്ട് അതവൾ നേടിയെടുത്തു വീട്ടിൽ നിന്ന് പ്രസവിക്കുക എന്നുള്ള കാര്യം. അൽഹംദുലില്ലാ. അതും ഒരു അന്യപുരുഷൻ പോലും അവളുടെ സ്കിന്നൊന്ന് കാണുകയോ തൊടുകയോ ചെയ്തില്ല. അതിനു മുമ്പേ അവളുടെ ആഗ്രഹം പടച്ച റബ്ബ് സാധിപ്പിച്ചു കൊടുത്തു. അങ്ങനെയുള്ള കൺമണിയാണ് അൽ അമീൻ. അതും അറബിയുമ്മയുടെ ഇഷ്ടപ്രകാരമാണ് പേരിട്ടതും. നാഫി ഉസ്താദിനും നൂർ ഫാത്തിമയ്ക്കും ഒത്തിരി സന്തോഷമായിരുന്നു ആ കാര്യത്തിൽ. നൂർ ഫാത്തിമക്ക് ഏറെ സന്തോഷം. തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരാനുള്ള അനുമതി നൽകിയല്ലോ എന്നുള്ള കാര്യത്തിലാണ്. അതൊരിക്കലും അവർക്ക് പേടിയുള്ളൊരു വിഷയമായിരുന്നു. അത് ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അറബിയമ്മയുടെ ആ ഒരു താല്പര്യം കൊണ്ട് മകളുടെ കൂടെ 8 മാസം മുതൽ നിൽക്കുവാനുള്ള ഭാഗ്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ നൂർ ഫാത്തിമയ്ക്ക് ഗർഭസമയത്തും പ്രസവ സമയത്തും മമ്മയുടെ സാന്നിധ്യം അവൾക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ മനസ്സിന് വിഷമില്ലാതെ റാഹത്തായി സന്തോഷത്തോടു കൂടി എല്ലാം കഴിഞ്ഞു. അറബിയമ്മയുടെ അടുത്ത ആഗ്രഹത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അത് നൂർ ഫാത്തിമയോടും നാഫി ഉസ്താദിനോടും പറയുകയുമുണ്ട്. മക്കളെ, നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് അവരെ ഇങ്ങ് കൊണ്ടുവന്നിരുന്നെങ്കിലേ ഇത്ര നന്നായിരുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ കഴിയാമായിരുന്നു. നാട്ടിലേക്ക് പോകുവാനുള്ള ദിവസങ്ങൾ നീട്ടിയിടുകയാണ് അറബിയമ്മ. ഒരിക്കലും അറബിയമ്മക്ക് അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ പൊന്നുമോൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരാ എന്നുള്ള രീതിയിലാണ് അറബിയമ്മ ചിന്തിക്കുന്നത്. ജീവിതത്തിലെ വളരെയധികം സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു ഇപ്പോൾ. തൻ്റെ തലാലിൻ്റെ ഉപ്പ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം സന്തോഷമില്ലാത്ത ദിനങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഞ്ഞുണ്ടായതിനു ശേഷം വളരെയധികം സന്തോഷം തിരിച്ചു കിട്ടിയതുപോലെയാണ് അറബിയമ്മക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നൂർ ഫാത്തിമ അവളെ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്ന കാര്യത്തിൽ അറബിയമ്മക്ക് ഇപ്പോഴും തൃപ്തിയായിട്ടില്ല. പക്ഷേ നാഫിസ്താദിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അതിൽ ചെറിയൊരു ടെൻഷനുണ്ട്. എന്താ, അവർക്കുള്ള ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, അവർക്കിവിടെ ജീവിച്ചാൽ പോരെ? ഒരു ദിവസം അറബിയമ്മ ഈ കാര്യം ഉസ്താദിനോട് പറയുന്നു. നാഫിയ, അറബിയമ്മ, മോനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താ? എൻ്റെ പൊന്നുമോനെ, മോൻക്ക് ഇവിടെ ഒരു ജോലി സെറ്റാക്കി തരട്ടെ?
നിനക്ക് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ നിനക്ക് എത്രയാണ് സാലറി, നീ എത്രയാണ് ഉദ്ദേശിക്കുന്നത് അത് മാസത്തിൽ നിന്റെ അക്കൗണ്ടിലേക്ക് കയറും. അല്ലാതെ ഒരിക്കലും നീ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അറബിയമ്മ, അത് കഷ്ടപ്പാടല്ല, നമ്മൾ ചെയ്യുന്ന ജോലിയോടൊരു മോനെ എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മദ്രസയിൽ ഉസ്താദായിട്ട് ഒരാളെ ഏൽപ്പിച്ചല്ലോ. പിന്നെ ഉംറ എന്നൊക്കെ പറയുമ്പോൾ അവർ അവരുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വിനിയോഗിക്കുകയാണ്. നിങ്ങൾ അമീറായി പോകുമ്പോൾ ഉസ്താദ് നിങ്ങളാണെന്നറിയുമ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആവും. അപ്പോൾ അതിൻ്റെതായ കമ്മീഷൻ കൂടി അവർക്ക് ലഭിക്കുമല്ലോ. അതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മോനെ. അറബിയമ്മ, അതൊക്കെ അറിയാം. എങ്കിലും ഞാനിവിടെ ഇങ്ങനെ മോനെ നിൻ്റെ ഫാമിലിയിലെ കൂടെ പിന്നെന്താ. ശരി തന്നെയാണ്. ഞാൻ നൂർ ഫാത്തിമയും കൊണ്ട് പോകട്ടെ വീട്ടിലേക്ക്. സത്യം പറഞ്ഞാൽ അറബിയമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയി. പഠിച്ചോനെ, ശരിയാണ്. ഞാൻ എന്ത് കരുതിയിട്ടാണ് ഇവരിങ്ങനെ പിടിച്ചു വെക്കുന്നത്? അവൻ്റെ ഭാര്യയാണ്, കുഞ്ഞാണ്, അവന് കൊണ്ടുപോകാം. പക്ഷേ എൻ്റെ ഓരോ ആഗ്രഹം ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ആ പൊന്നു മോനെ വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ലല്ലോ. റബ്ബേ, എനിക്കറിയുന്നില്ല എൻ്റെ ഹൃദയം എന്താ ഇങ്ങനെ. മോനെ നാഫി, എൻ്റെ പൊന്നു മോനെ, എടാ കുറച്ച് ദിവസം കൂടെ, അത് കഴിഞ്ഞാൽ മോനെ പൊയ്ക്കോ. അതിനു മുമ്പായിട്ട് മുഹ്സിനെയും സിനാനെയും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം ഇൻഷാ അല്ലാ. അറബിയമ്മയുടെ ആ ഒരു ആഗ്രഹം, അതിനോട് അതാ ഉസ്താദും യോജിക്കുന്നു. ഇൻഷാ അല്ലാ അറബിയമ്മ, തീർച്ചയായും. കാരണം അവരെന്ന് വെച്ചാൽ പാവപ്പെട്ടൊരു ഫാമിലിയാണ്. അത് മാത്രമല്ല അറബിയമ്മ, നിങ്ങൾ കൊടുത്ത് അത് മാത്രമേ അവർക്കുള്ളൂ. അല്ലാതെ ഈ മദ്രസയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം, അത് ഒരു നേരക്ക് മദ്രസ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ, വെറും ഒരു 5000 രൂപയൊക്കെ കിട്ടുള്ളൂ. 5000 തന്നെ തികച്ച് കിട്ടാത്തതുകൊണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ബാക്കിയുള്ള കൂലിപ്പണി കാര്യങ്ങൾ അതിനൊക്കെ പോകും. അത് വല്ലപ്പോഴൊക്കെ, എന്നും സ്ഥിരമായിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അറബിയമ്മ, നിങ്ങൾ കൊടുത്ത ആ ഒരു വീടായാലും ആ കുട്ടിയുടെ കല്യാണക്കായാലും അവർക്ക് നല്ലൊരു റാഹത്ത് തന്നെ ആയിരിക്കും അത്. എന്തൊക്കെ തന്നെയാലും മോള് നല്ല മോളാണ്. ഒരു വീട്ടിൽ എത്തിക്കിട്ടിയാൽ ആ വീട്ടുകാർ കഴിച്ചിലാവും. അത്രക്കും നല്ല മോളാണ് ഓള്. ഉസ്താദിൻ്റെ പെങ്ങളല്ലേ, അത്രക്കും നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. മോനെ, സത്യം പറഞ്ഞാൽ ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞിരുന്നു. പിന്നെ ഗൾഫിലേക്ക് വന്നപ്പോൾ പിന്നെ കുറച്ച് കഴിയട്ടെ എന്ന് കരുതി. എന്തായാലും വേണ്ടില്ല, 2 പേരെയും കൊണ്ടുവരണം, എന്നിട്ട് ഇവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസം. അറബിയമ്മക്ക് വീട്ടിൽ ഗസ്റ്റുകൾ വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു സന്തോഷമില്ല. അത്രക്കും ഇഷ്ടമാണ് അറബിയമ്മക്ക് ഗസ്റ്റുകളെ. ഹലാലിനോട് സ്ഥിരമായി പറയും, മോനെ ആരെങ്കിലും ഉണ്ടോ നോക്കിട്ടിടാ, മദീനയുടെ ആ ഭാഗത്തൊക്കെ റൂം കിട്ടാതെയോ അല്ലെങ്കിൽ ആരുമില്ലാതെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ മോനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. അവർക്കുള്ള ഫുഡും താമസ സൗകര്യവും എല്ലാം ഇവിടെ ഉണ്ടല്ലോ. പൊന്നു മോനെ അങ്ങനെ ചെയ്യേ. അങ്ങനെ പരിചയപ്പെട്ട് തന്നെയാണ് നാഫി ഉസ്താദിനെയും ഒരിക്കൽ. ഉസ്താദും നൂർ ഫാത്തിമയും കുഞ്ഞുമോനും പോകുന്നതിന് മുമ്പായിട്ട് സിനാനെയും മുഹ്സിനെയും വിളിക്കണം. അതിനു വേണ്ടിയിട്ട് ആദ്യം ബഷീറിനെ വിളിക്കണം. ബഷീർ എൻ്റെ വിശ്വസ്തനായ സേവകനായിരുന്നു. എല്ലാ കാര്യത്തിനും അവനുണ്ടാകുമ്പോൾ ഒരു ഉഷാറാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അവനെ ഞാൻ ഇവിടെ നിർത്തിയില്ല. വെറും 8 വർഷം. ആ ഒരു 8 വർഷത്തിനിടക്ക് അവന് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് വീടുണ്ടാക്കി കൊടുക്കാനുള്ള ക്യാഷും സ്ഥലം വാങ്ങുവാനുള്ളതും ഷോപ്പിടുവാനും അങ്ങനെ അവരുടെ ജീവിതം മുഴുവൻ പ്രവാസത്തിലാക്കണ്ട എന്ന് കരുതിയിട്ട് ജീവിക്കാൻ പറഞ്ഞ് അവൻക്കുള്ളതെല്ലാം കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ വിട്ടത്. പക്ഷെ ഒരിക്കൽ എന്നോട് ബഷീർ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അറബിയമ്മ, എന്താ ബഷീർ, റാഹത്തായില്ലേ? എല്ലാ കാര്യങ്ങളും ഷോപ്പ് കിട്ടിയില്ലേ? പിന്നെ വീട് പണി ഒക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റായില്ലേ? അതൊക്കെ ഓക്കെ തന്നെയാണ് അറബിയമ്മ. ആ എന്താ മോനെ? അത് ഒന്നുമല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ കാര്യം കൊണ്ടും എനിക്ക് സുഖമാണ്, സമാധാനമാണ്. പക്ഷെ എൻ്റെ ഭാര്യ ചില സമയത്ത് ഓരോ സ്വഭാവമാണ്, ബുദ്ധിമുട്ടായി പോവും, ഇടങ്ങാറായി പോവും. അങ്ങനെയാണ്. പൊന്നു മോനെ അങ്ങനെയാണോ? ഓഹോ, അതൊക്കെ ശരിയാക്കി എടുക്കണം. സ്നേഹം കൊണ്ട് അവളെ നീ വീഴ്ത്തണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ആയില്ലേ, ഇനി ദേഷ്യപ്പെടുന്നില്ല ഓള്. ആ പഴയ വീട്ടിൽ നിന്ന് അങ്ങനെയാണെങ്കിലും പുതിയ വീടും കാര്യങ്ങളും സൗകര്യം കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം തോന്നും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അറബിയമ്മ അന്ന് അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷേ റഷീദ ഉമ്മയുടെ
സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അത് കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ലായിരുന്നു. അവളുടെ ആ വാശിയും വൈരാഗ്യവും അവളുടെ സ്വഭാവവും മൊത്തത്തിൽ വീട്ടുകാരെ തന്നെ ദുഃഖത്തിലാഴ്ത്തേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ അറബിയമ്മ ഇതൊന്നും അറിയുന്നേയില്ല. അവർ നല്ല ഹാപ്പിയായി സന്തോഷത്തോടു കൂടി സിനാനും മുഹ്സിനയും അവിടെ ജീവിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അറബിയമ്മ നിൽക്കുന്നത്. അവളുടെ സ്ഥിതിഗതികൾ അറിഞ്ഞാൽ എന്തായിരിക്കും അറബിയമ്മയുടെ മനസ്സിലുണ്ടാകുക? ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കും നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും പടച്ച റബ്ബ് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.